റെഡി ആയിട്ടുണ്ട്. അത് ഇത്ര അധികം വന്നിട്ടുണ്ടല്ലോ. സാധനം എല്ലാം റെഡിയായി. Hi guys, welcome back to my YouTube channel after a long time. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ഡെല്ലൂസിൻ്റെ ബർത്ത്ഡേയും മാമോദീസയും തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു. ജൂൺ 14 മാമോദീസയും ജൂൺ 15 അവളുടെ സെക്കൻഡ് ബർത്ത്ഡേയും. സോ അത് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരാഴ്ച മുന്നേ നടത്തുന്നുണ്ടായിരുന്നു. അതിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 ഫംഗ്ഷനും കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്തായാലും നടക്കത്തില്ലെന്ന് നമുക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് 1 വീക്ക് മുന്നുള്ള നമ്മുടെ വീക്ക് ഓഫിൻ്റെ അന്ന് നമ്മൾ നേരെ ഗോൾഡ് പർച്ചേസ് ചെയ്യാനാണ് പോയത്. ഇത് നമ്മുടെ ഡെല്ലൂസിന് എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഒരു ഗോൾഡ് വാങ്ങിക്കും. അങ്ങനെ ഒരു സ്കീമിനാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. സോ സെക്കൻഡ് ബർത്ത്ഡേക്ക് 2ാമത്തെ ഗോൾഡ് വാങ്ങാൻ വന്നതാണേ. ദേ ഈ കയ്യിൽ കിടക്കുന്ന ചെയിനാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തത്. ഇട്ട ചെയിൻ തിരിച്ചൂരി എടുക്കുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടെ കൊച്ചിൻ്റെ പർച്ചേസൊക്കെ നടക്കുമ്പം നമുക്ക് വെറുതെ നിൽക്കാൻ തോന്നത്തില്ലല്ലോ. ഞാൻ നേരെ നമ്മുടെ ഡയമണ്ട് സെക്ഷനിലോട്ടൊന്ന് വന്ന് കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണേ. ഞാനിപ്പോൾ ഈ വെക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കമ്മലാണ്. എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഇടാൻ വലിയ ഇഷ്ടമാണ്, പക്ഷേ സെക്കൻഡ് സ്റ്റഡ് കുത്താൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് കമ്മലുകളാണ് ഈ കാണുന്നത്. ഈ ഒരു ഒറ്റ കമ്മലിട്ടാൽ പിന്നെ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഒന്നും വേണ്ട, എല്ലാം ഒറ്റയടിക്ക് അവിടെ അങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ അത് വാങ്ങിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതുമില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഈ ഒരു വൈറ്റ് ഫ്രോക്കാണേ. കണ്ടപ്പോൾ തന്നെ 2-3 ഒക്കെ എടുത്ത് കൈ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ എടുത്തത്. മാമോദീസയ്ക്ക് ഇടേണ്ട ഡ്രസ്സാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഡെല്ലുവിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ സെക്ഷനിലോട്ട് ആദ്യം വന്നത്. പിന്നെ കുറച്ച് അറിയാറായതിന് ശേഷമുള്ള മാമോദീസയല്ലേ, സോ നല്ലതായിട്ട് ഒരുക്കണമല്ലോ നമ്മൾ. മറ്റേ കുഞ്ഞായിട്ടിരുന്നപ്പോൾ ഉള്ള മാമോദീസ അല്ലല്ലോ. പക്ഷേ ഈ ഡ്രസ്സും ഡെല്ലുവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് അവൾ പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന ഡാൻസിൻ്റെ 1-2 സ്റ്റെപ്പൊക്കെ ഇപ്പോൾ ഇട്ട് നോക്കുവേ. ഇത് ബർത്ത്ഡേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ 2 നമ്മൾ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് 2ഉം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് 2ഉം അല്ല നമ്മളെടുത്തത്. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നേരെ എൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഞാൻ പല ഡ്രസ്സുകളും അവിടെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും തന്നെ നമ്മളെടുത്തില്ല. ഇത് 2ാമത്തെയാണ്. 3, 4, 5, 6 ഡ്രസ്സുകൾ വരെ നമ്മൾ ഇട്ട് നോക്കി. ഒന്നും അങ്ങോട്ട് മനസ്സിനിണങ്ങുന്ന ഒന്നുമില്ല. ഒരു മാമോദീസ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഫംഗ്ഷനല്ലേ, അപ്പോൾ കുറച്ച് ഗെറ്റപ്പ് വേണം താനും, എന്നാൽ സിമ്പിളായിരിക്കണം. അങ്ങനെ മനസ്സിനിണങ്ങി ഒരു ഡ്രസ്സും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വിശന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഡ്രസ്സ് നോക്കണമെങ്കിൽ എന്തായാലും ഫുഡ് കഴിച്ചാൽ മാത്രമേ എനർജി കിട്ടത്തുള്ളല്ലോ. സോ അവിടെ തന്നെ നമ്മൾ 3rd ഫ്ലോറിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ബാക്കി പർച്ചേസും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. എന്നാലും എനിക്കൊന്നും വാങ്ങിച്ചില്ല അവിടുന്ന്. ഡെല്ലുവിന് നമ്മൾ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഈ ഒരു റോസ് ഫ്ലവറുള്ള ലൈറ്റ് പിങ്ക് ഫ്രോക്കും പിന്നെ ഒരു വൈറ്റ് ഫ്രോക്കും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 2ഉം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇത് 2ഉമല്ല നമ്മൾ ഫംഗ്ഷൻ ഇട്ടത്. അങ്ങനെ ഫസ്റ്റ് ഡേ പർച്ചേസ് തന്നെ ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരു വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഫംഗ്ഷൻ്റെ തലേ ദിവസമാണേ. ഫംഗ്ഷൻ്റെ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തലേന്ന് നമ്മുടെ റൂമിൽ വന്ന് ഡെല്ലൂസിന് വേണ്ട ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയപ്പം നമ്മളും കൂടെ ഇറങ്ങിയതാണേ. ഡെല്ലൂസ് വയറ്റിലായപ്പോൾ തൊട്ട് ഇവർ 2ഉം എൻ്റെ ലൈഫിലുണ്ട്. സോ അവളുടെ സെക്കൻഡ് ബർത്ത്ഡേയും മാമോദീസയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എത്ര തിരക്കാണെങ്കിലും അവളെ കാണാൻ വന്നിരിക്കും. അങ്ങനെ വന്നതാണേ.
ഇനി നമ്മൾ നേരെ ഫംഗ്ഷന് വേണ്ട കുറച്ച് ഡെക്കറേഷൻസും ഐറ്റംസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഡേ ടു ഡേയിലോട്ട് വന്നതാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡേ ടു ഡേ ഉള്ളത്. സോ അധികം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പം സമയം നല്ല രാത്രി ആയിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 10 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിറ്റേന്ന് രാവിലെ സൺഡേ ആണ്, രാവിലെ തന്നെ നമുക്ക് പോകേണ്ടതാണ് പള്ളിയിലോട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഡെല്ലൂസിൻ്റെ ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവൾക്കൊട്ടും ഓർമ്മയില്ലല്ലോ. ഇപ്പോൾ അവൾക്ക് ഓർമ്മ വന്നതിന് ശേഷമുള്ള ഒരു ബർത്ത്ഡേ അല്ലേ. സോ സാധനങ്ങളൊക്കെ അവളും കൂടെ ചേർന്നാണ് ഈ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം വാങ്ങി റൂമിലെത്തിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ സൺഡേ രാവിലെ തന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന പണിപ്പുരയിലാണ്. അങ്ങനെ കുറേ സ്ക്രൂവും സാധനങ്ങളും ഒക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്രെയിം നമ്മൾ പല ബർത്ത്ഡേ പാർട്ടീസിലും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അത് കണ്ടിട്ടൊരു മോഡൽ പോലെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. എങ്ങനെയൊക്കെയോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ ഇത്രയധികം സ്ക്രൂവും കാര്യങ്ങളൊക്കെ അധികം വന്നു. ഇതെവിടെയാണ് ഇനി വെക്കേണ്ടതെന്ന് ഒരു പിടിയുമില്ല എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുവിധം എല്ലാം സെറ്റാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബർത്ത്ഡേ ഗേളിങ് എത്തിയിട്ടുണ്ടേ. ആഹാ, എന്നെ വിളിക്കാതെ നിങ്ങൾ രണ്ടും കൂടി ഇവിടെ എന്ത് പണിയാണ് ചെയ്യുന്നത്? അതെ, ആ സ്ക്രൂ ഡ്രൈവറിങ് എടുത്ത് ഞാനൊന്ന് ശരിയാക്കി തരാം എന്നും പറഞ്ഞ് വലിഞ്ഞു പിടിച്ച് കയറുകയാണേ. ആഹാ, ഇത് എന്തായി ചെയ്ത് വെച്ചേക്കുന്നത്? ഇതെല്ലാം ലൂസാണല്ലോ. ഞാൻ തന്നെ ഇതൊക്കെ മുറുക്കണോ? എന്താ ഒരു സീരിയസ്നെസ് ഒന്ന് നോക്കി ആ ഫേസിലോട്ട്. അങ്ങനെ രാവിലത്തെ പരിപാടിക്ക് ശേഷം നമ്മളെല്ലാം റെഡിയായി നേരെ അൽക്കൂസിലോട്ട് പോവുകയാണ്. കാരണം നമ്മുടെ പള്ളി അങ്ങ് ജബ്ലാലി മർത്തോമ ചർച്ചിലാണ്. സോ അവിടെ അടുത്താണ് നമ്മുടെ കസിൻ ചേച്ചിയുടെ വീട്. അവിടെ എത്തിയിട്ടാണ് നമ്മളൊക്കെ റെഡിയായി മാമോദിസ ഫംഗ്ഷന് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഡെല്ലൂസിന് ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടി. ആ കിട്ടിയപ്പോൾ തന്നെ അവളെല്ലാം അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് ഒരുങ്ങി നമ്മൾ ഫംഗ്ഷന് പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.